ഹലോ, ഇന്ന് അൽ സമരിയ ഫാമിലെ കാഴ്ചകൾ കാണാം. ഫാമിലോട്ട് പോകുന്ന റോഡാണ്. പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത റോഡ് നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഒരുപാട് വൃക്ഷങ്ങളും അതിൽ ഈ ഫാമിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പച്ചപ്പാണ് കാണുന്നത്. സിറ്റിയിലൊക്കെ താമസിക്കുന്ന, അതായത് ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫാമാണ്. ഈ ഫാമിന് നടുക്കായിട്ടൊരു മ്യൂസിയമുണ്ട്. ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ താനി മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിന് ചുറ്റുമായിട്ടാണ് ഫാം ഉള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മ്യൂസിയവും ആണ്. ഇതിനടുത്തായിട്ടൊരു ചെരിഞ്ഞ മോസ്ക് കാണാം. ആ ഒരു ഗോപുരം ചെരിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. വൈറ്റ് മജ്ലിസും ഇവിടെ തന്നെ കഫറ്റീരിയയും എല്ലാം ഉണ്ട്. ഈ മ്യൂസിയത്തിന് അടുത്ത് തന്നെ ഒരു കഫറ്റീരിയ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയം, ഈ ഒരു മോസ്ക് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സാധാരണ മോസ്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ചരിഞ്ഞ ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ ഗോപുരത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് കാണാം. ഇതിപ്പോൾ മ്യൂസിയത്തിനകത്താണ്. മ്യൂസിയത്തിനകത്ത് പോകണമെങ്കിൽ നമുക്ക് 50 റിയാലാണ് പെർ പേഴ്സൺ. പക്ഷെ അത് വെർത്താണ്. കാരണം ഈ ഖത്തറിലെ തന്നെ ഏറ്റവും നല്ലൊരു മ്യൂസിയമാണ്. 3 മ്യൂസിയം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. മെയിനായിട്ട് മിയ പാർക്കിലുള്ള മ്യൂസിയം, പിന്നെ പുതിയതായിട്ടുണ്ടാക്കിയ മ്യൂസിയം, പിന്നെ ഈ മ്യൂസിയം. ഇതൊരു ഷെയ്ഖിൻ്റെ അണ്ടറിലുള്ളൊരു മ്യൂസിയമാണ്. അപ്പം ഇവിടെ ഏറ്റവും നല്ല, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിയം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കളക്ഷൻസ് ഇവിടെ ഇദ്ദേഹം വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. ആർക്കിയോളജിയും അല്ലെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത്തരം മ്യൂസിയങ്ങൾ സന്ദർശിക്കുന്നതും അതിൽ നിന്നും ഒരുപാട് അറിവുകൾ കിട്ടാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊട്ടും മടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കളക്ഷൻസ് ഇദ്ദേഹത്തിനുണ്ട്. ഒരുപാട് ഗൺ കളക്ഷൻ, ഒരുപാട് വാളിൻ്റെ കളക്ഷൻ, ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഖത്തറി റൂമാണ്. ഖത്തറി ആൾക്കാർ എങ്ങനെയാണ് അവരുടെ സാധനങ്ങളും അവരുടെ ജീവിതമൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം മ്യൂസിയത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടത്തെ ക്ലോക്കുകൾ, അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ചെയേഴ്സ്, ഇതൊക്കെ പല പല സ്ഥലത്തു നിന്ന് അവർ കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. പല്ലക്ക്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരം. അതുപോലെ അവർക്കത് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് GK പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിൽ നിന്നും കിട്ടും. ഇതൊക്കെ പണ്ടത്തെ അലമാര, പഴയ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ആ അലമാരകളൊക്കെ കണ്ടില്ലേ. ആ വിൻഡോസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിൻഡോസാണ്. പുതിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് അത്തരം രീതിയിലൊക്കെയുള്ള വിൻഡോസൊക്കെ വെക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ഇത് തോന്നും നമുക്ക്. ഇതൊക്കെ മിററാണ്. മിററൊക്കെ പണ്ടത്തെ ടൈപ്പ് ഓഫ് മിറേഴ്സാണുള്ളത്. മിററുകൾ, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, രാജകീയമായിട്ടുള്ള ഉള്ള ഫേർണിച്ചറും സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഫേർണിച്ചറും എല്ലാം ഉണ്ട് ഇതിൽ.
ഇതൊക്കെ ഓരോരോ സെക്ഷനായിട്ട് തരം തിരിച്ചിരിക്കുകയാണ്. ഫേർണിച്ചേഴ്സ്, മിറർ, അതുപോലെ കാറിൻ്റെ സെക്ഷൻ, അങ്ങനെ പിന്നെ ഈ പാത്രങ്ങളുടെ സെക്ഷൻ, അങ്ങനെ പല പല സെക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേർണിച്ചറിൻ്റെ സെക്ഷനാണ്. കസേരകൾ, അലമാരകൾ, മിറർ, മേശ, ഇത്തരം കാര്യങ്ങളാണ്. ഈ ഒരു മ്യൂസിയം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് ഇതിനൊരു കഫറ്റീരിയയും ഉണ്ട്. അവിടെ ചെറിയ ഷവർമ പോലെയും അല്ലെങ്കിൽ കേക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ വാഷ്റൂം, വളരെ നീറ്റായിട്ടുള്ള വാഷ്റൂമും ഒക്കെ ഉണ്ട് ഇവിടെ. നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ പുറമേയുള്ള രാജ്യങ്ങളൊക്കെ ഭയങ്കര മുന്നിൽ തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരണം. നീറ്റ്നെസ് ഒരു കുഴപ്പമാണ് നമ്മുടെ നാട്ടിൽ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് കർട്ടൻസ് അല്ല, മാറ്റുകളാണ്, ഫ്ലോർ മാറ്റുകൾ, അതുപോലെ ഭിത്തിയിലൊക്കെ തൂക്കുന്ന മാറ്റുകൾ ഒരുപാട് ഉണ്ട് ഇതിൽ. അതുപോലെ ഈ ഷെൽഫിലിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസാണ്. റോയൽ ചെയേഴ്സാണ് അതൊക്കെ. അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 19th 20th സെഞ്ച്വറിയിലുള്ള റോയൽ ചെയേഴ്സാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. കൊടയും അദ്ദേഹത്തിൻ്റെ കസേര, ആ ഒരു രാജാവിരുന്ന കസേര, ഏതോ ഒരു രാജാവിരുന്ന കസേരയാണെന്ന് തോന്നുന്നു. ആ ഒരു പിടിയൊക്കെ കണ്ടില്ലേ, സിംഹമാണെന്ന് തോന്നുന്നു അല്ലേ, സിംഹമോ പുലിയോ അതൊക്കെയാണ് പിടിയിലുള്ളത്. ഇനി കുറച്ച് മിറേഴ്സാണ്, പല തരത്തിലുള്ള മിററുകളാണ്. മിറർ, ആ ഒരു മേക്കപ്പ് ഫ്രണ്ടിൽ നമ്മൾ വെക്കത്തില്ലേ, മേക്കപ്പ് ഡെസ്കോ അങ്ങനെ പറയാം അല്ലേ. ഇത്തരം മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മ്യൂസിയത്തിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെയുള്ള മ്യൂസിയത്തിലൊക്കെ കോട്ടകളിലൊക്കെ പോകില്ലേ, അതേപോലെയുള്ളൊരു സെയിം എഫക്റ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതേപോലെയുള്ള ഇടനാഴികൾ പോലെ എനിക്ക് അന്നേരം തോന്നി. ഈ ഇടനാഴിയിൽ കൂടെ പോയപ്പോൾ ഞാൻ പണ്ട് നേരത്തെ രാജസ്ഥാനിൽ ഫോർട്ടിലൊക്കെ പോയിട്ടുണ്ട്, അതേപോലെ എനിക്ക് തോന്നി. അവിടെയുള്ള അതേ കാഴ്ചകൾ പോലെ ഏതാണ്ട് അതേപോലെയൊക്കെ തോന്നി. അവിടുത്തെ വാളിൻ്റെ കളക്ഷൻ, പിന്നെ സ്പോർട്സിൻ്റെ കളക്ഷന്, അതൊക്കെ എനിക്ക് അതുപോലെ തന്നെ തോന്നി. അതുപോലെ ഈ കാർപ്പറ്റ്സുകളൊക്കെ കണ്ടില്ലേ, രാജകീയമായിട്ടുള്ള കാർപ്പറ്റുകളൊക്കെ, എനിക്ക് അതേപോലെയുള്ളൊരു സെയിം എഫക്റ്റാണ് ഇവിടെയും ഫീൽ ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഓരോ കാര്യത്തിലേക്ക് നോക്കുമ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തിടുമ്പോൾ പലതും നമ്മൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ നേരിട്ട് പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. വെറുതെ ഒരു സെൽഫി പോലെ എടുത്തതാണ്, രസമല്ലേ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഫോട്ടോ കളക്ഷൻസാണ്. അതുപോലെ തന്നെ അൽത്താനി ഫാമിലിയുടെ ഒക്കെ ഫാമിലി ട്രീയും ഒക്കെ അവിടെ ഉണ്ട്. അൽത്താനി ഫാമിലിയാണ് ഖത്തർ രാജാവിൻ്റെയൊക്കെ ഫാമിലി, അൽത്താനി ഫാമിലി. ആ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു ഷെയ്ഖിൻ്റെ മ്യൂസിയമാണ് ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽത്താനി മ്യൂസിയം. ഇത് ഹെഡ് ഓഫ് ഡൈനോസറിൻ്റെ നെക്കും
ആ പടത്തിൽ കാണിച്ച പോലെയുള്ള നെക്കും തലയും. ഇത് മുട്ടയാണ് ഡൈനോസറിൻ്റെ നമ്മുടെ ആക്രമിക്കുന്ന ഒരു ഡൈനോസർ ഇല്ലേ, ആ പുള്ളിയുടെ തലയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ആലോചിച്ചു ആ സമയത്ത്, ഇതുപോലൊരു ഡൈനോസറുകൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളെയൊക്കെ ഇപ്പം വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ ഡെസേർട്ട് റോസുകളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന റോസ് പോലെ ഡെസേർട്ടിലും റോസുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പലതരത്തിലുള്ള ഡെസേർട്ട് റോസുകൾ, അതിൻ്റെയൊക്കെ ഫോസിൽസ് ആണ് അതൊക്കെ. ഇത് ഫോസിലാണ്. അതവർ ഈ ഒരു പ്രത്യേക രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. പ്രോസസ്സിംഗ് ഒന്നും എനിക്കറിയില്ല, ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇതൊക്കെ ഓരോരോ റോക്കുകൾ, സ്റ്റോൺസ്, മിനറൽ ഫോമിലുള്ള റോക്കുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിനി വാഹനത്തിൻ്റെ ഒരു ചെറിയ സെക്ഷനാണ്. ജീപ്പ് പോലുള്ള വാഹനങ്ങൾ, ഓഫ് റോഡിങ് ചെയ്യാനുള്ള ജീപ്പ്, ഉന്തുവണ്ടി പോലെയുള്ള സാധനങ്ങൾ. ഇത് പിന്നെ സാധാരണ ബഗ്ഗിയാണ്. ഇത് കണ്ടോ, ഒരു അരകല്ലല്ല, എന്തായാലും പറയുന്ന ഒരു കല്ല്, നമ്മൾ ഇങ്ങനെ അത് തന്നെ അരകല്ല്. അടുത്തായിട്ട് ഞങ്ങൾ പോയത് സൂഫിസം റൂമിലാണ്. സൂഫിസം എനിക്കറിയില്ല, ഞാൻ സൂഫിസത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിവൊന്നും എനിക്കില്ല. പിന്നെ അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് ടൈപ്പ് ഓഫ് നമുക്കൊരു മെഡിറ്റേഷൻ, യോഗ പോലുള്ളൊരു കാര്യം നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് സൂഫിസം പ്രാക്ടീസ് ചെയ്യുമ്പം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിലൊക്കെ കാണുന്ന കാര്യങ്ങൾ വിത്തൗട്ട് എനി ഹാം ടു അതർ ഓർഗൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ വായിക്കൂടൊക്കെ കുത്തിയിറക്കുന്ന, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവരിതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ച്, ഇവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു ഇൻഫർമേഷനാണത്. എനിക്കതിനെക്കുറിച്ച് നേരത്തെ അറിയില്ലായിരുന്നു, കണ്ടപ്പോൾ വല്ലാതെ തോന്നി. എനിവേ പുതിയൊരു ഇൻഫർമേഷനാണല്ലോ. അവർ പറയുന്ന വിത്തൗട്ട് എനി ഹാം, ഇത്തരം കാര്യങ്ങൾ വിത്തൗട്ട് എനി ഹാം ടു അതർ ഓർഗൻസ്, അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴെന്നാണ് ഇവിടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നോർത്ത് ആഫ്രിക്ക, ടർക്കി, ഇന്ത്യ, ഇതൊക്കെ സൂഫിസം ഉണ്ടായിരുന്നു. റിലീജിയസ് റൂംസ് ആണ് ഇതിൽ. പല തരത്തിലുള്ള റിലീജിയസ് റൂംസ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി, അതുപോലെ ഹിന്ദുയിസം, ബുദ്ധിസം, ഇസ്ലാം മതം, അവരുടെ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ക്രിസ്ത്യൻ റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയസ് റൂമാണ്. ഈശോയെയും അതുപോലെ ചർച്ചിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഈ ഒരു റൂമിൽ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ളതും ഹിന്ദുയിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ബുദ്ധനെയും അതുപോലെ തന്നെ ഒരു ഗണപതിയുടെയൊക്കെ സ്റ്റാച്യു ഉണ്ട്. ചെറിയ കാര്യം തൊട്ട് വലിയ വലിയ കാര്യം വരെ ഉള്ള ചെറിയ ഐറ്റംസ് തൊട്ട് വലിയ വലിയ ഐറ്റംസും എല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാനായിട്ട്. ഇതാണ് ഉരു. പണ്ട് കേരളത്തിൽ നിന്നാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നിട്ട് അത് അറബി നാട്ടിലേക്ക് അയക്കുമായിരുന്നു ഉരു എന്ന് പറയുന്നത്. ഇതൊരു പണ്ടത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു മാതൃകയാണ്. മരുന്നുകൾ കുപ്പികളിലാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ബാലൻസ്, ഹോസ്പിറ്റൽ ബെഡ്, ചെറിയൊരു വീൽ ചെയർ, പണ്ടത്തെ രീതിയിലുള്ള തടി വെച്ച വീൽ ചെയർ, തടി കസേരയുള്ള വീൽ ചെയർ, മരുന്ന് കുപ്പികളൊക്കെയാണത്, സിസേഴ്സ്, അങ്ങനെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഈ ഒരു റൂമിലുള്ളത്. ഇതൊരു അറബിക് ആൾക്കാരുടെ റൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെർഫ്യൂംസ് ഒക്കെ അവർ ഒരുപാട് ഉപയോഗിക്കും. അത്തറ് പോലുള്ള സാധനങ്ങളൊക്കെ അവർ ഒത്തിരി ഉപയോഗിക്കും. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്ത് രസമായിട്ട് അവരെയൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതെന്നറിയാമോ? ഒരുപാട് നീറ്റായിട്ട് ഒരു തരി പൊടി പോലും നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ ഇത് കിച്ചൺ ഐറ്റംസാണ്. പാത്രങ്ങൾ, ബിരിയാണി ഉണ്ടാക്കുന്ന കലങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കാനുള്ള ലേഡീസ് അവരുടെ ഒരു മാതൃക പോലെ ചെയ്ത് വച്ചിരിക്കുകയാണ്. അവരുടെ ജഗ്ഗുകളൊക്കെയാണ് പണ്ട് ചായയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ജഗ്ഗുകൾ. ഇതൊക്കെ സം കീഡാസ്. ഇതൊക്കെ അവരുടെ ഡ്രസ്സ്, ഏത് രീതിയിലൊക്കെ അവർ ഡ്രസ്സിങ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചുള്ള കാര്യങ്ങളാണ്. കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നു. അവരുടെ ബെഡ്, അവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? നമ്മുടെ സൽവാറിൻ്റെ വേറൊരു വേർഷനൊക്കെ ആയിട്ട് തോന്നും ഇത്. പാകിസ്ഥാനി കുർത്ത അതുപോലെയൊക്കെ തോന്നും നമുക്ക്. അതൊക്കെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഡ്രസ്സസൊക്കെ. കുഞ്ഞു റൂമുകളും വരാന്തകളും കോറിഡോറുകളെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ് അതിൽ കൂടെ ഒക്കെ നടക്കാൻ. മാച്ച് ബോക്സ് ആണ്. അത് പല തരത്തിലുള്ള മാച്ച് ബോക്സുകളാണ്. സിഗരറ്റ് ബോക്സുകൾ, അതുപോലെ റേഡിയോ, ടെലിവിഷൻ, പണ്ടത്തെ ടെലിവിഷൻ, വണ്ടിയുടെ കുഞ്ഞു ടോയ്സിൻ്റെ കളക്ഷൻസാണ്. കോയിൻ കളക്ഷൻ ഉണ്ട്, വാച്ച് കളക്ഷൻ. അത്തരം ചെറിയ കാര്യങ്ങൾ പോലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫിഷർമാൻ്റെ ഒരു ചെറിയൊരു രസകരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. ചെറിയ വിമാനം അടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഇംപാല കാറുകളും മറ്റുള്ള കാറുകളുടെയൊക്കെ ഷെവർലെ കാറുകളുടെയൊക്കെ കളക്ഷൻസാണ്. പല കളേഴ്സ്. ഇതിനൊക്കെ എത്ര ലക്ഷങ്ങൾ പിന്നെ വിലയുള്ള കാറുകളാണ്. ഏകദേശം ഇത്രയൊക്കെ കാഴ്ചകളാണ്. ഇതിൽ കൂടുതൽ കാഴ്ചകളുണ്ട്. നമ്മൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഫോർഡിൻ്റെ കാറ് കണ്ടില്ലേ, പണ്ടത്തെ ഫോർഡ്. ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഇവിടെ നിന്ന് എനിക്ക്